ചിറ്റാറ്റുകരയിൽ 3.5 വയസ്സുകാരിക്ക് നേരെയുണ്ടായ തെരുവ് നായ ആക്രമണത്തിൽ കോൺഗ്രസ് പ്രതിഷേധം. ചിറ്റാറ്റുകര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കുട്ടിയുടെ ചികിത്സാ ചെലവടക്കം വേണ്ടിവരുന്ന മുഴുവൻ തുകയും പഞ്ചായത്ത് വഹിക്കണമെന്ന് പ്രതിഷേധക്കാർ. ചിറ്റാറ്റുകര പഞ്ചായത്തിൽ 3.5 വയസ്സുകാരിയുടെ ചെവി തെരുവുനായ കടിച്ചെടുത്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് ചിറ്റാറ്റുകര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. തെരുവുനായ കടിച്ച് പാവപ്പെട്ട ആളുകൾ ഹോസ്പിറ്റലിൽ അഭയം തേടുമ്പോൾ അവർക്ക് ധനസഹായം കൊടുക്കുവാനുള്ള കമ്മിറ്റിക്ക് രൂപം കൊടുക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ ആ ഒരു കമ്മിറ്റി രൂപീകരിച്ച് പഞ്ചായത്തുകളിൽ അതിൻ്റെ പ്രവർത്തനം തുടങ്ങാൻ ഇതുവരെ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. പഞ്ചായത്തുകളോട് സർക്കാർ ആവശ്യപ്പെട്ടത് പഞ്ചായത്തിലെ തെരുവുനായ ശല്യം ഇല്ലാതാക്കാൻ ABC പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് തെരുവുനായകളെ എവിടെയെങ്കിലും ഒരു ഷെൽട്ടർ കണ്ടെത്തി ആ ഷെൽട്ടറിന് അകത്ത് തെരുവുനായകളെ പിടിച്ച് അവിടെ സൂക്ഷിച്ച് വന്ധ്യീകരണം നടത്തി തെരുവുനായകളുടെ വർദ്ധിക്കുന്ന ആ സ്ഥിതി അവസാനിപ്പിക്കാനാണ് സർക്കാർ. പക്ഷേ ഇതുവരെ ചിറ്റാറ്റുകര പഞ്ചായത്ത് ഒരു നടപടിയും സ്വീകരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സാബു സുവാസ് അധ്യക്ഷത വഹിച്ചു. PR സൈജൻ, AA നിഷാദ്, KM അമീർ, ശശികുമാർ, PC നീലാംബരൻ, ഡെന്നി തോമസ്, ബിൻസി സോളമൻ, ബാബു ചാക്കോ, PD സന്തോഷ്, ഷംസുദ്ദീൻ, ധന്യ ബാബു, രാജേഷ്, MK ശ്രീരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ഇതേപോലെ തെരുവുനായ്ക്കളെ മനുഷ്യരെ കടിക്കാൻ വേണ്ടി വളർത്തിയെടുക്കുന്ന സാഹചര്യപ്പിക്കുന്ന ഈ പഞ്ചായത്തിനെതിരെയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിച്ചിട്ടുള്ളത്. സമരം ചെയ്തത് ആ കുട്ടിയുടെ എല്ലാ ചെലവും പഞ്ചായത്ത് ഏറ്റെടുക്കേണ്ടി വരും. എല്ലാ ചെലവുകളും പഞ്ചായത്ത് ഏറ്റെടുത്ത ആ കുട്ടിക്ക് ഏറ്റവും വിദഗ്ധമായ ചികിത്സ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ അവിടെ വേണ്ടത് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ഭരണസമിതി അംഗങ്ങൾ അവിടെ പോയി നിൽക്കേണ്ടതാണ്. അങ്ങനെ എല്ലാ ചെലവും ഏറ്റെടുത്തുകൊണ്ട് അത് കൽപ്പണിക്കാരനായ നിസ്സാര വരുമാനക്കാരായ ആ വീട്ടിലെ സംരക്ഷണം മുഴുവൻ ഈ പഞ്ചായത്ത് ഏറ്റെടുക്കാനുള്ള നടപടികളുമായിട്ട് മുമ്പോട്ട് വേണം. കുട്ടിയുടെ ചികിത്സാ ചിലവടക്കം വേണ്ടിവരുന്ന മുഴുവൻ തുകയും പഞ്ചായത്ത് വഹിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പറവൂർ. പറവൂർ ഗോൾഡ് ജ്വല്ലറി, നോർത്ത് പറവൂർ.